ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ മലേഷ്യയിൽ പോയ വിശേഷങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്നുകൂടി പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ഹോട്ടലിലെത്തി. റൂം നല്ല രസമുള്ള റൂമായിരുന്നു. ഒരുപാട് സൗകര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഒരു ലക്ഷറീസ് ഹോട്ടലായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു ഹോട്ടലിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഹെലനയ്ക്കൊക്കെ അത് വളരെ പുതിയ ഒരു അനുഭവമായിരുന്നു. പിന്നെ ഈ റൂമിനകത്താണെങ്കിൽ മുഴുവനും മിററാണ്. എവിടെ നോക്കിയാലും നമ്മളെ കാണാൻ പറ്റും. ബാത്റൂമിനകത്തും മിററാണ്. ബാത്റൂമിൻ്റെ വീഡിയോസ് എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ വിട്ടുപോയിട്ടോ. ഇതായത് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് KL ടവറൊക്കെ നന്നായി കാണാം. അപ്പോൾ നമ്മളവിടെ ഒരു ദിവസം ഡിന്നറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രാൻഡ് ഡിന്നറായിരുന്നു. അതൊക്കെ വഴിയെ കാണിക്കാം. വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വ്യൂ. ഇനി നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് ഈ റൂമിനകത്തുള്ളതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു പൗഡർ റൂമാണ്. അതിനകത്ത് ടോർച്ച് ഉണ്ട്. അതുപോലെ ഒരു വെയിങ് മെഷീൻ ഉണ്ട്. അയണിങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെ. പിന്നെ ബാഗുകളൊക്കെ വയ്ക്കാനും നമ്മുടെ തുണികളൊക്കെ ഹാങ് ചെയ്യാനുള്ള സ്ഥലം, പിന്നെ ചെരുപ്പുകൾ വയ്ക്കാനുള്ള സ്ഥലം, പിന്നെ 2 പെയർ ഹോട്ടൽ സ്ലിപ്പേഴ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് എസ്പ്രസ്സോ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ പാക്കറ്റ് അങ്ങനെ തന്നെ കാണുന്ന റെഡ് മെഷീനകത്തോട്ട് തള്ളി വെച്ച് എന്തൊക്കെയോ ചെയ്യുമ്പോൾ എസ്പ്രസ്സോ റെഡി ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ ചായ കാപ്പി ഉണ്ടാക്കാനുള്ള എല്ലാ വക സാമഗ്രികൾ അതിനകത്തുണ്ട്. പിന്നെ കുറേ സ്നാക്സ്, പിന്നെ ഡ്രിങ്ക്സ്, ഒരു മിക്സ് ബാർ തന്നെയുണ്ട് ഇതിനകത്ത്. പിന്നെ താഴെയും വീണ്ടും 2 ചായ ഗ്ലാസ് ഉണ്ടായിരുന്നു, കെറ്റിൽ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ അടുത്തതാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നൊരു സംഭവം. ഞങ്ങൾ ഞെട്ടീന്, നിങ്ങൾ ഞെട്ടിക്കും. ഒരു മിനി ബാർ തന്നെ ഇതിനകത്തുണ്ട്. ആൽക്കഹോളിക് ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ഉണ്ട്. പിന്നെ ചാർജിങ് ചെയ്യാനുള്ള സെറ്റപ്പ്. ഇത്രയൊക്കെയാണ് നമ്മുടെ മുറി. ഈ ഒരു കാണുന്ന മിറർ ഗ്ലാസ് അപ്പുറത്തേക്കാണ് നമ്മുടെ ബാത്റൂം ഉള്ളത്. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ആയിട്ട് ഉള്ളൊരു റൂമായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിലത്തെ കാർപ്പറ്റൊക്കെ വെൽവെറ്റ് ടൈപ്പ് കാർപ്പറ്റൊക്കെ ആയിരുന്നു. പിന്നെ ഇതാണ് സ്വിച്ചുകൾ ഒക്കെ സെൻസറുകളാണ്. നമ്മുടെ കൈ അടുത്ത് നോക്കി വരുമ്പോൾ തന്നെ അതൊക്കെ ലൈറ്റ് എത്തും. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അങ്ങനെ എല്ലാ സെറ്റപ്പുകളോടും കൂടിയിട്ടുള്ള ഒരു റൂമായിരുന്നു. അതുപോലെ അവിടെയുള്ള ആളുകളുടെ ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ ഒരു TV, പിന്നെ മൊത്തം മിററായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എവിടെ നോക്കിയാലും നമ്മളെ കാണും. ഇതുപോലെ ഒരു ലൈറ്റൊക്കെ തൂങ്ങിയെടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ പൂള്. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയതിന് ശേഷം കുറച്ച് റെസ്റ്റ് ചെയ്ത് ഒരു 5 PM ആയപ്പോൾ പൂളിലേക്ക് ഇറങ്ങി. പൂളിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം ട്വിൻ ടവറിൻ്റെ നല്ല സൂപ്പറായിട്ടുള്ളൊരു വ്യൂ. ഞാനും ഹെലേനയും മാളും മാത്രമേ വെള്ളത്തിൽ ഇറങ്ങി കളിച്ചുള്ളൂ. മാളുവിന് പിന്നെ നീന്താനൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ അവളവിടെ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. ഹെലേനയ്ക്ക് വലിയ പിടിപാടില്ലാത്ത കാരണം ഞാൻ അവളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇറക്കി നിൽക്കുമായിരുന്നു. ബാക്കി 3 ആൾക്കാരും ഇവിടെ ട്വിൻ ടവറിൻ്റെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ കളിക്കുന്നതൊക്കെ നോക്കി ഞങ്ങളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവരവിടെ പുറത്ത് തന്നെ ഇരുന്നുള്ളൂ. ഞങ്ങൾ 3 ആളും ഒരു 2 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നല്ല പോലെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാറുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പൂളിൽ ഇറങ്ങുന്നത്. ഹെലേന പിന്നെ ഫസ്റ്റ് ടൈമാണ് പൂളിൽ ഇറങ്ങി കളിക്കുന്നത്. മാളുവിന് പിന്നെ സ്വിമ്മിങ് കുറച്ചൊക്കെ അറിയാം. അതന്നെ അവൾക്ക് അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹെലേനയ്ക്ക് ആദ്യം പേടിയായിരുന്നു. പിന്നെ അവൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ അവർ കളിക്കുന്നതൊക്കെ നോക്കിയിരുന്ന് കുറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ട്വിൻ ടവറിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് റൂമിലെത്തി ഫ്രഷായി. പിന്നെ വീണ്ടും നമ്മൾ നൈറ്റ് വ്യൂ കാണാൻ ഇറങ്ങി. ട്വിൻ ടവറിൻ്റെ നൈറ്റിലാണ് കുറച്ചും കൂടിയും ആൾക്കാർ പുറത്തൊക്കെ ഇറങ്ങി ഇതുപോലെ ലൈറ്റൊക്കെ കാണാൻ ഇറങ്ങുന്ന ഒരു സമയം. കുറച്ച് തിരക്കുണ്ടായിരുന്നു ആൾക്കാരുടെ. പിന്നെ ഇതൊരു ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ് ഈ ട്വിൻ ടവർ ഇങ്ങനെ ബാക്കിലായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് ഇനി കാണാൻ പോകുന്നത് സലോമ ബ്രിഡ്ജാണ്. അത് ഈ ട്വിൻ ടവറിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള അത്ര ദൂരം മാത്രമേ ഉള്ളൂ. ഒരു ഈവനിങ് ഇതുപോലെ നൈറ്റ് ടൈമിലാകുമ്പോൾ ഈ സലോമ ബ്രിഡ്ജിൽ മൊത്തം LED ലൈറ്റ്സൊക്കെ കത്തിച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾഡ് കോലാലംപൂറിനെയും ന്യൂ കോലാലംപൂറിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തു.
അങ്ങനെ വൈകുന്നേരം രാത്രിയായപ്പോഴേക്കും ടയേർഡായി, അങ്ങനെ വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം പാക്കപ്പായി. ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.